കിട്ടിയപ്പോൾ ജെറുസലേമിൽ ചെന്നവർ വഴി അന്വേഷിച്ചു. ആ ഒരു വാർത്ത ഹെറോദോസ് രാജാവിന്റെ ചെവികളിലെത്തി. അപ്പോൾ രാജാവ് പരിഭ്രാന്തനായി. ആ ജെറുസലേം നിവാസികൾ മൊത്തവും ആകുലചിത്തരാവുകയായിരുന്നു ചെയ്തത്. ഹെറോദോസ് വിചാരിച്ചു, എനിക്ക് പകരമായി മറ്റൊരു രാജാവിന്റെ ജനനമോ, ഞാനത് തടയും, അല്ലെങ്കിൽ ഞാൻ അവനെ നിഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എവിടെയാണ് ജനിച്ചു വീണത് എന്നറിയുവാൻ ആ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ആലോചന നടത്തി. അങ്ങനെ ജ്ഞാനികളോട് വിവരം ചോദിച്ചു. നിങ്ങൾ ബെത്ലഹേമിൽ ചെന്ന് ഉണ്ണിയേശുവിനെ കണ്ട് മടങ്ങി വരുമ്പോൾ എന്റെ അടുക്കൽ വന്ന് അവൻ എവിടെയാണ് ജനിച്ചത് എന്ന് കൃത്യമായി എന്നെ അറിയിക്കണമെന്ന് ജ്ഞാനികളോട് പറഞ്ഞുകൊണ്ട് അവരെ ബെത്ലഹേമിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. എന്നിട്ട് ബെത്ലഹേമിൽ ചെന്ന് ഈ ജ്ഞാനികള് ഉണ്ണിയേശുവിന്റെ കാൽക്കൽ തങ്ങൾ കൊണ്ടുവന്ന കാഴ്ചകളും സ്വർണം, മീറം, കുതിരക്ക മുതലായ കാഴ്ചകൾ അർപ്പിച്ച യേശുവിനെ കണ്ട് ആരാധിച്ച് നമസ്കരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ആകാശത്ത് മാലാഖമാര് വീണ്ടും ജ്ഞാനികൾക്ക് ദർശനം അരുളി, വന്ന വഴിയെ തിരിച്ചു പോകരുത്, കാരണം ഹെറോദോസ് ഉണ്ണിയേശുവിനെ കൊല്ലുവാനും ഈ ലോകരക്ഷകനെ അവസാനിപ്പിക്കുന്നതിനും വേണ്ടി പ്ലാനും പദ്ധതിയും ഒരുക്കുകയാണ്. അതുകൊണ്ട് വന്ന വഴി രാജാവിന്റെ പക്കൽ പോയി വിവരങ്ങൾ കൊടുക്കാതെ മറ്റൊരു വഴിയിലൂടെ നിങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് മാലാഖമാരാൽ ജ്ഞാനികൾക്ക് അറിയിപ്പും ദർശനവും കിട്ടിയത്.